വെൽക്കം ടു IPL ന്യൂസ്. ഇന്നലെ നടന്ന മുംബൈ ഹൈദരാബാദ് മത്സരം അരങ്ങേറിയത് ഹൈദരാബാദ് സ്റ്റേഡിയത്തിലായിരുന്നു. മുംബൈയിൽ ചെന്ന് പരാജയപ്പെട്ടതിന് ഹൈദരാബാദിന് അതേ നാണയത്തിൽ മുംബൈയെ തോൽപ്പിക്കാനുള്ള അവസരം. ടോസ് നേടിയ മുംബൈ ഹൈദരാബാദിനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. രണ്ടാമത്തെ ഓവറിൽ തന്നെ ഹൈദരാബാദിന്റെ ആദ്യ വിക്കറ്റ് നഷ്ടപ്പെട്ടു. ട്രാവിസ് ഹെഡ് പുറത്തായി. തുടർന്നിറങ്ങിയ ഇഷാൻ കിഷൻ സ്വന്തം വിക്കറ്റ് സ്വയം നഷ്ടപ്പെടുത്തുകയായിരുന്നു. അമ്പയറിന്റെ തീരുമാനത്തെ ഒന്ന് സംശയിക്കുക പോലും ചെയ്യാണ്ട് വിക്കറ്റ് നഷ്ടപ്പെടുത്തുകയായിരുന്നു ഇഷാൻ കിഷൻ. മൂന്നാമത്തെ ഓവറിൽ അഭിഷേക് ശർമ്മയും വീണു. 13 റൺസ് എടുക്കുന്നതിനിടയിൽ ഹൈദരാബാദിന്റെ 4 വിക്കറ്റുകൾ നഷ്ടമായി. 35 റൺസ് എടുത്തപ്പോൾ 5 വിക്കറ്റുകൾ നഷ്ടമായി. വൻ തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയ ഹൈദരാബാദിനെ ക്ലാസിനും ഇമ്പാക്ട് പ്ലെയറായി വന്ന അഭിനവ് മനോഹറും ചേർന്നാണ് കൈപിടിച്ചുയർത്തിയത്. ക്ലാസിന്റെ ചെറുത്തുനിൽപ്പ് 43 പന്തിൽ 71 റൺസ്. അഭിനവ് മനോഹർ 36 പന്തിൽ 43 റൺസും അടിച്ചെടുത്തു. ക്ലാസിന്റെ വിക്കറ്റ് എടുത്തുകൊണ്ട് IPL തന്റെ 300ാമത്തെ വിക്കറ്റ് തികച്ചു ബുംറ. ക്ലാസിന്റെയും അഭിനവിന്റെയും ചെറുത്തുനിൽപ്പിൽ ഹൈദരാബാദ് 144 എന്ന സ്കോറിലേക്ക് ഒതുങ്ങുകയായിരുന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ മുംബൈ കണ്ടത് രോഹിത് ശർമ്മ ഷോയായിരുന്നു. ഹൈദരാബാദ് സ്റ്റേഡിയത്തിൽ രോഹിത് ശർമ്മ നിറഞ്ഞാടി. 144 എന്ന സ്കോർ നിസ്സാരമായി രോഹിത്തിന്റെ ബാറ്റിംഗ് മികവിൽ മുംബൈ നേടിയെടുത്തു. 49 ബോളിൽ 70 റൺസാണ് രോഹിത് ശർമ്മ നേടിയത്. 15.4 ഓവറിൽ മുംബൈ വിജയലക്ഷ്യം കണ്ടു. മുംബൈക്ക് തുടർച്ചയായ 4ാമത്തെ വിജയമാണ് ഇന്നലെ സംഭവിച്ചത്. പോയിന്റ് ടേബിളിൽ ഇതോടെ 3ാം സ്ഥാനവും മുംബൈ ഉറപ്പിച്ചു കഴിഞ്ഞു. ഈ സീസൺ ആരംഭിക്കുമ്പോൾ മുംബൈ പരാജയങ്ങളുടെ തുടർച്ചയിലൂടെയാണ് തുടങ്ങിയത്. എന്നാൽ ഇപ്പോൾ മുംബൈ തന്റെ വിജയപാതയിലേക്ക് തിരികെ വന്നിരിക്കുന്നു. മുംബൈയിലെ എല്ലാ പ്ലെയേഴ്സും തങ്ങളുടെ ഫോം കണ്ടെത്തി കഴിഞ്ഞു. ഇനി മുംബൈയെ പരാജയപ്പെടുത്തുക അത്ര എളുപ്പമാവില്ല. മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച രോഹിത് ശർമ്മ തന്നെയായിരുന്നു പ്ലെയർ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്നത്തെ മത്സരത്തിൽ ബാംഗ്ലൂർ രാജസ്ഥാനെയാണ് നേരിടുന്നത്. തുടർ വിജയങ്ങളിലൂടെ പോവുകയാണ് ബാംഗ്ലൂർ. രാജസ്ഥാനാണെങ്കിൽ തുടർ പരാജയത്തിലൂടെയും. ഈ രണ്ട് ടീമുകളും പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ ഒരു അട്ടിമറി വിജയം സംഭവിക്കുമോ? എന്താണ് നിങ്ങളുടെ പ്രഡിക്ഷൻ? അത് കമന്റിലൂടെ ഞങ്ങൾ അറിയിക്കും.